പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല വെറൈറ്റി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു കപ്പ നമുക്ക് ആവശ്യം. അപ്പോൾ കപ്പ എടുത്ത് ആദ്യം കപ്പ ഒന്ന് അതിൻ്റെ വെള്ളം വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കപ്പ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഈ കപ്പയ്ക്കകത്തുള്ള നാരും ഒന്ന് നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കപ്പ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നടുഭാഗത്തുള്ള നാര് മാറ്റി കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ. അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഗ്രേറ്റിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റും നല്ല മണവുമാണ് ഇതിന്. അപ്പോൾ ഇത് ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ നാര് മാറ്റി വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ കപ്പ ഒരു കപ്പ മുഴുവനും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പണിപ്പാടുള്ള പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ സമയം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്ന ആരെയാണ് അവരൊന്ന് ഓർക്കുക. അതിനുശേഷം ദേഷ്യം എല്ലാം ഇതിലങ്ങ് തീർക്കുക കേട്ടോ. ശരിക്കും ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇച്ചിരി സമയമെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്നതായ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കപ്പയെല്ലാം നല്ല അടിപൊളിയായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. തേങ്ങ ഇച്ചിരി ഏറെ കിട്ടുന്ന നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്. ഇനി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് ശർക്കരപ്പൊടി. അപ്പോൾ ശർക്കരപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ കൈ കൊണ്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഈ മധുരമല്ല കപ്പയിലൊക്കെ പിടിച്ച് കിട്ടണം. തേങ്ങ പാലൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായി വരണം. നല്ല ടേസ്റ്റായിട്ടോ. ഇനി നമുക്ക് വാഴയില എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കാരണം നമ്മളല്ലാത്ത ഇലയിൽ ആണ് തയ്യാറാക്കുകയാണെങ്കിൽ ഇല നമ്മൾ മടക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി. ഇത് ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നമ്മൾ തയ്യാറാക്കണമെന്നില്ല. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇല മടക്കിയെടുക്കുക. വളരെ എളുപ്പമാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ടേസ്റ്റ് മാത്രമല്ല, ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നെ. ഈ പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര മണവാ. ആ വാഴയിലയുടെ ഫ്ലേവറും ശർക്കര ഏലക്കയും തേങ്ങയും കപ്പയുടെ ഫ്ലേവർ കപ്പയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കാം. ഇതുപോലെ ബാക്കി എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒരെണ്ണം കൂടെ കാണിക്കാം. അതിന് ശേഷം നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ആവി കയറുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ 1 കപ്പയിൽ ഒരു 7-8 എണ്ണത്തിന് അടുപ്പിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തികയാതെ വരും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ. കാരണം ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് ആവി കയറ്റി എടുത്താലുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ മിഠായി എന്ന് തന്നെ പറയാം. സൂപ്പറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ ഇത് വലിയ നഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ ഞാനെന്നാൽ ചൂടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ കണ്ടോ, കിടിലനാണ് കേട്ടോ. അതിലിട്ട് അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് വരണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.